നമസ്കാരം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1-2 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഘട്ടത്തിൽ UDFിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതിനെ ചൊല്ലി ഇപ്പോഴേ ചർച്ചകൾ സജീവമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ തന്നെയായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരെ നയിക്കുക എന്നുള്ള കാര്യം വ്യക്തമാണ്. മറ്റാരെയും ഇനിയും മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ധൈര്യം അവർക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ UDFിലാകട്ടെ കോൺഗ്രസിനായിരിക്കുമല്ലോ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നു. കോൺഗ്രസ്സിലാകട്ടെ നിരവധി പേരാണ് മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതയും ഉള്ളത്. അവിടെ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാലുണ്ട്, ശശി തരൂരുണ്ട്. ഇങ്ങനെ പല പ്രമുഖരായ നേതാക്കളും കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ യോഗ്യതയും ഉള്ളവരാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് വിദഗ്ധനായ സുനിൽ കനഗോലു നടത്തിയ മൂന്നാമത്തെ സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് വി.ഡി. സതീശനെ തന്നെയാണെന്നാണ്. അതായത് നിലവിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ ആയിരിക്കണം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാകേണ്ടത് എന്നാണ് ഈ സർവേയിൽ തെളിയിക്കുന്നത്. മാത്രമല്ല ഈ സർവേയിൽ വി.ഡി. സതീശനാകട്ടെ ശശി തരൂരിനേക്കാളും രമേശ് ചെന്നിത്തലയേക്കാളും KC വേണുഗോപാലിനേക്കാളും തന്നെ ഒരുപാട് മുന്നിലായിട്ടാണ് ഈ സർവേയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യം ചിഹ്നം തന്നെയാണ്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ തൻ്റെ സാന്നിധ്യം കേരളത്തെ അറിയിച്ചിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ തന്നെ അദ്ദേഹത്തിന് പോരാടാൻ കഴിയുന്നുണ്ട്. കേരളത്തിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിലൊക്കെ തന്നെ അദ്ദേഹം വളരെ സജീവമായ നേതൃത്വം വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. ഈ ഒരു സാഹചര്യത്തിൽ കനഗോലിൻ്റെ സർവേയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെങ്കിൽ അതിൽ വി.ഡി. സതീശന് തന്നെയാണ് എല്ലാ സാധ്യതയുമുള്ളത്. ഈ നിലവിലെ സർക്കാരിൻ്റെ അപര്യാപ്തതകൾ, എങ്ങനത്തെ മുഖ്യമന്ത്രി ആയിരിക്കണം നിങ്ങളെ ഭരിക്കേണ്ടത് തുടങ്ങിയ ഏതാണ്ട് 12ഓളം ചോദ്യങ്ങളാണ് ഈ ചോദ്യാവലിയിൽ കനഗോലു ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം കനഗോലുവിൻ്റെ ഈ സർവേ പ്രകാരം കേരളത്തിലെ 4 ജില്ലകളിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ അത്ര നല്ലതല്ല എന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് ഉടനീളം തന്നെ മിന്നുന്ന വിജയം നേടാൻ കഴിഞ്ഞു എങ്കിൽ പോലും 4 ജില്ലകളിൽ അതത്ര ശോഭനമായിരിക്കില്ല എന്നാണ് കനഗോലു ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായും തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലാണ് കോൺഗ്രസിന് തിരിച്ചടി ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. ഈയിടെ വയനാട്ടിൽ നടന്ന ലക്ഷ്യ 2026 എന്ന കോൺഗ്രസ് നേതൃ ക്യാമ്പിൽ കനഗോലു പല നിർദ്ദേശങ്ങളും അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സർവേ നടത്തുകയും അത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കനഗോലു പാർട്ടിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ ജില്ലകളിലൊക്കെ തന്നെ കോൺഗ്രസിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയും കനഗോലു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ കോൺഗ്രസിനാകെ ജയിക്കാൻ കഴിഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട് മാത്രമാണ്. അതുപോലെ 13 മണ്ഡലങ്ങളുള്ള ചാലക്കുടിയിൽ UDFിന് ജയിക്കാൻ കഴിഞ്ഞത് ചാലക്കുടിയിൽ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന ഈ ജില്ലകളിലെ കാര്യം അത്ര സുരക്ഷിതമല്ല എന്നാണ്. പാലക്കാട് ജില്ലയും സുരക്ഷിതമല്ല എന്ന് കനഗോലു പറയുമ്പോൾ പാലക്കാട് നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യത്തിൽ ഒരു ശരിയായ ധാരണ കനഗോലുവിന് ഇല്ല എന്ന് തന്നെയാണ്. അവർ പറയുന്നത് പാലക്കാട്, ചിറ്റൂർ, മണ്ണാർക്കാട്, തൃത്താല മണ്ഡലങ്ങൾ ഇത്തവണ തങ്ങൾക്ക് ലഭിക്കും എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തവുമല്ല. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷം നേടിയാണ് ഇവിടെ നിന്ന് വിജയിച്ചത്. ഇനി അങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താണ്. എന്നാൽ അദ്ദേഹത്തിന് ഈ 3 കേസുകളിൽ, അദ്ദേഹത്തിനെതിരായ 3 ബലാത്സംഗ കേസുകളിലും ജാമ്യം ലഭിച്ചപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത് രാഹുലിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാനുള്ള സാധ്യത വിരളമാണ്. K. മുരളീധരനുമൊക്കെ തന്നെ നേരത്തെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ പ്രമുഖരായ നേതാക്കളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഒരിക്കലും പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയുകയില്ല. എന്നാൽ താരപരിവേഷമുള്ള നിരവധി പേരെ പല ജില്ലകളിലേക്കും ഇപ്പോഴും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അവരിൽ പലരും മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. തൃശ്ശൂർ ജില്ലയിൽ ഫുട്ബോൾ താരമായ IM വിജയനെ ഉൾപ്പെടെ, അതല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ പല സിനിമാ നടന്മാരെയൊക്കെ തന്നെ, രമേഷ് പിഷാരടി പോലുള്ള നടന്മാരെയൊക്കെ തന്നെ അവർ സ്ഥാനാർത്ഥിയാക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇവരാരും തന്നെ ഇക്കാര്യത്തിൽ ഇനിയും പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യവും അവിടെ അവശേഷിക്കുന്നുണ്ട്. മാത്രമല്ല കനഗോലു നടത്തിയ പഠനത്തിൽ നിന്നും അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യൻ വോട്ടുകൾ ഇക്കുറി അങ്ങനെ പ്രതീക്ഷിച്ച പോലെ UDFിന് ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ്. ഒരുപക്ഷെ ക്രിസ്ത്യൻ മേഖലകളിലേക്കൊക്കെ തന്നെ ഇപ്പോൾ BJP നടത്തുന്ന അവരുടെ കടന്നുകയറ്റം ഒരുപക്ഷെ അത് UDFിനെ സാരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കനഗോലു ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം LDFിനും UDFിനും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40% വോട്ട് ലഭിക്കാനുള്ള
എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ NDAക്ക് ആവട്ടെ ഇതൊരു 15% ഒതുങ്ങിപ്പോകും എന്നാണ് കനകോലു കരുതുന്നത്. സുനിൽ കനകോലുവിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിക്കുകയും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തതിലൊക്കെ തന്നെ അതിവിദഗ്ധനാണെന്ന് തെളിയിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. എന്നാൽ കോൺഗ്രസ്സിൽ അദ്ദേഹം ഇപ്പോൾ VD സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ ഏറ്റവും യോഗ്യനായ ആൾ എന്നുള്ള തൻ്റെ സർവേയിലൂടെ കണ്ടെത്തുമ്പോൾ ഇത് കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും അംഗീകരിക്കുമോ എന്നുള്ള കാര്യം ഇനി ഉറപ്പില്ല. അതുപോലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കനകോലും കോൺഗ്രസ് ഹൈക്കമാൻഡും പറയുന്നത് വിജയസാധ്യത തന്നെയായിരിക്കും പ്രധാന മാനദണ്ഡമെന്നാണ്. അതല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവിൻ്റെ അനുയായി ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും ആയിരിക്കില്ല സീറ്റ് അവർക്ക് നൽകുക. വിജയസാധ്യതയുള്ള ആളുകൾക്ക് തന്നെയായിരിക്കും കോൺഗ്രസ് സീറ്റ് നൽകുക. ഏതായാലും കനകോലുവിൻ്റെ മൂന്നാമത്തെ സർവേ കൂടി പുറത്തു വന്നതോടെ VD സതീശന് ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി UDFനെ നയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. UDFന് ഭരണം ലഭിക്കുകയാണെങ്കിൽ VD സതീശൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രിയാവുക എന്ന് തന്നെയാണ് കനകോലുവിൻ്റെ ഈ ആധികാരിക സർവേയോടുകൂടി വ്യക്തമായിരിക്കുന്നത്.